ഒരു ബാഴ്സ ആരാധകനായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒട്ടും ഈസി അല്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് കേട്ടോ. മുഴുവൻ കേൾക്കാതെ എന്നെ തെറി വിളിക്കരുത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കമൻറ്റ് ഇടരുത്. മുഴുവൻ എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് കേട്ട് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. ആൻഡ് എസ്പെഷ്യലി ഒരു സേയിങ് ഉണ്ട്, ബാഴ്സ ഇസ് നോട്ട് എ ചോയ്സ്, ഇറ്റ്സ് എ ഡെസ്റ്റിനി. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. അപ്പോൾ വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. യെസ് ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇൻട്രോയുടെ പോർഷൻ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, ഇവൻ എന്ത് ഫാനാണ്, ഇവൻ ഇങ്ങനെ നമ്മുടെ ക്ലബിനെ കുറിച്ചൊക്കെ മോശം പറയുന്നത് ശരിയാണോ, നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ക്ലബിനെ കുറിച്ച് നല്ലത് മാത്രമല്ലേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമുക്ക് ഉള്ളത് പറയുന്നതിൽ കുറ്റമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പറയേണ്ടത് ഇപ്പോൾ ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ അത് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. പിന്നെ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് വരികയാണ്. അതായത് FC ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഒരു ഫാനാണ് എന്ന് ഇപ്പോൾ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്യൂട്ട് കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് നിങ്ങൾ ഞാൻ പറയണത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഒന്ന്, ഇപ്പോൾ നിലവിലെ നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാഴ്സലോണയ്ക്ക് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പല ക്ലബ്ബുകളും ചെയ്യുന്നത് കണ്ടിട്ട് ഓരോ ഫാൻസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊതിച്ചിരുന്നിട്ടുണ്ടാവില്ലേ, നമുക്കൊരു ബിഗ് സൈനിങ് ഒക്കെ നടന്നിട്ട് എത്ര കാലമായി എന്ന് മനസ്സുകൊണ്ടെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൈഹാർഡ് ആയിട്ടുള്ള ഒരു ബാഴ്സലോണ ആരാധകനോട് ഇത് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെ കാരണം കൊണ്ട് നമുക്കൊരു ബിഗ് സൈനിങ് ഒക്കെ ചെയ്തത് മറന്നുപോയി എന്നുള്ളതാണ്. പിന്നെ അത് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ ചെയ്തിട്ടുള്ള ബിഗ് സൈനിങ്ങൾ പലതും നമുക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് നമ്മുടെ ക്ലബ്ബ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാ ലീഗയും ബാഴ്സലോണയും തമ്മിൽ ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമ്മതിച്ച് തരാത്തത് ഒരൊറ്റ ടീമേ ഉണ്ടാവുള്ളൂ, റയൽ മാഡ്രിഡിൻ്റെ ഫോളോവേഴ്സും ഫാൻസും ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെഫറിമാർ ശരിയല്ല, ലാലിഗ ശരിയല്ല, ബാഴ്സലോണ ശരിയല്ല, ഈ 3 സാധനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ലൂപ്പ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമാണ്. അപ്പം അതുകൊണ്ട് അവരെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ബാഴ്സ ഒരു സൈനിങ് ചെയ്യാൻ ആഗ്രഹിച്ച് ഒരു കാര്യം ഒന്ന് പുറത്ത് പറഞ്ഞ അപ്പോൾ ഒരു ലാലിഗ 1:1 ശരിയാവില്ല, ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ സാധനം എന്നൊക്കെ പറഞ്ഞ് റൂൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നില്ലാതെ വരും. ഇനി ലാലിഗയുടെ മറ്റു കാര്യങ്ങൾ ഇത് പറയാട്ടെ, ഇതൊക്കെ ലാലിഗയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അവസാന നിമിഷം വരേക്കും ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടത് വരുന്നത് നമുക്ക് മാത്രമായിരിക്കും. കാര്യം ഒരു പ്ലെയർ ടീമിലേക്ക് വരാൻ ആഗ്രഹിച്ച് വന്നാൽ പോലും ഇനി അവനെ സൈൻ ചെയ്യാൻ പറ്റുമോ, കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുമോ, ലാലിഗ് ഇതെല്ലാം സമ്മതിക്കുമോ, ഇതാണെന്ന് പറഞ്ഞ് നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കണം. ഇനി പ്ലേയേഴ്സിൽ മാത്രമാണോ അതുള്ളത്? അല്ല, നമുക്ക് കിടിലൻ ജേഴ്സീസ് വന്നു. ഈ ജേഴ്സീസ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിട്ട് ലാലിഗയുടെ അപ്രൂവൽസ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്തവസ്ഥയാണല്ലേ. ഇനി ജേഴ്സിയുടെ കാര്യത്തിൽ ഈ അപ്രൂവൽ എടുക്കുന്നത് മാത്രമല്ല, ചില മാച്ചുകളിൽ നമുക്ക് സ്പെഷ്യൽ ജേഴ്സീസ് അണിഞ്ഞ് കളിക്കാനുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ മിക്ക തവണയും ബാഴ്സയുടെ സാധനങ്ങളിൽ റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതൊക്കെ ലാലിഗയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണെങ്കിലും ഒരു ബാഴ്സ ആരാധകൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ജേഴ്സി കാണും. ഇതെന്താ ഇട്ട് കളിക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിനൊക്കെയുള്ള റീസൺ ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ടീമിനുള്ളിൽ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ദേ വർ ലൈക്ക് എ ടീം, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നമുക്ക് ഡിഫെൻസീവ്ലി കുറേ ഫ്ലോപ്പ് ആയിട്ടുള്ള പരിപാടീസ് ഉണ്ടായിരുന്നെങ്കിലും, നമുക്ക് വലിയ സൈനിങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പേഴ്സണലി തോന്നുന്നത്. ഹാൻസി ഫ്ലിക്കും ടീമും എന്തായിരുന്നോ പ്ലാൻ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പല മീഡിയാസ് ആണെങ്കിലും കാര്യങ്ങൾ പറയുന്നത് ടീമിൻ്റെ ഉള്ളിൽ ഈഗോ പ്രശ്നങ്ങളുണ്ട്, ഗാവിയും ഫിർമിനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ പല പ്ലേയേഴ്സിനെ തമ്മിലും, അതുപോലെ പല പ്ലേയേഴ്സിൻ്റെ പേഴ്സണൽ ലൈഫിനെ വെച്ചുകൊണ്ടും കാര്യങ്ങൾ വെച്ചുകൊണ്ടും അങ്ങനത്തെ ഒരു സീനും ഇപ്പോൾ സത്യത്തിൽ പലതവണയും നമുക്ക് കളി കാണുമ്പോൾ ശരിക്കും ഇവന്മാർ തമ്മിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമില്ലേ എന്നും ചിന്തിക്കേണ്ട സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ.
ഇനി അടുത്ത ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്റ്റേഡിയമാണ്. ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്വന്തം സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചു വരാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇനി കളിക്കാനുള്ള സ്റ്റേഡിയത്തിലേക്കുള്ള അപ്രൂവൽ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് ലാ ലീഗയുടെ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അത് കിട്ടും, കിട്ടാതിരിക്കാം, കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റ് സിറ്റുവേഷൻസും. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഴ്സ ആരാധകനാണ് എന്ന് ഇപ്പോൾ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഹീസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഷിറ്റ് ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സഹനമൊന്നും ആയിരിക്കില്ല. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഒരു ക്ലബിൻ്റെ ഫാൻസിനും ഇത്രയും പ്രഷർ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബാഴ്സ ആരാധകനെ കണ്ടാൽ അവന് ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഹീ ഈസ് എ സർവൈവർ. അവൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മുത്താണ് എന്നുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് മാത്രമാണോ അല്ലയോ എന്നറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ചിലപ്പോൾ ഒരു ബാഴ്സ ആരാധകനാവാം, അല്ലാതിരിക്കാം, എന്തായാലും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ചിൽ കുപ്പി ചിൽ.